ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് സിനിമ കാണിക്കുക, ഫോൺ കാണിക്കുക, അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ കുട്ടികളെ കൊണ്ട് റീൽ ചെയ്യിപ്പിക്കുക, അതിന്റെ അങ്ങനെയൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെ ബാധിക്കും. കാരണം കൊച്ചുങ്ങൾക്ക് ഒരു ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഡോപ്പമൈൻ ഡ്രൈവ് എന്ന് പറയും. അതായത് ഒരു നല്ല ഒരു കാര്യം റിവാർഡ് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഓരോ തവണ നമ്മൾ ആ റിവാർഡ് കൊടുത്താലേ ആ പ്രവൃത്തി നടക്കത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ അതില്ലെങ്കിൽ ആ പ്രവൃത്തി നടക്കില്ല. പിന്നെ അത് മാറ്റാൻ ഭയങ്കരമാണ്. കാരണം അവർക്ക് ആ ഡോപ്പമൈൻ കിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു, എന്നാൽ അതിനൊരു സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഡോപ്പമൈൻ സെക്രീഷൻ കൂടും. അതിൻ്റെ ഡോപ്പമൈൻ കിക്ക് എന്ന് പറയും. അത് നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി തരും. അപ്പോൾ ആ ഒരു ഡോപ്പമൈൻ കിക്ക് ഇടയ്ക്ക് നമ്മൾ എങ്ങനെയാണ് അവ കൊടുക്കുന്നത്, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കൊച്ച് എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുക്സ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് നല്ല ഗുണമുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതിന് പകരം നമ്മൾ ഈ വളരെ ജങ്ക് ഫുഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ ആ കുട്ടികൾ എപ്പോഴും ബാഡ് കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകത്തും. കാരണം അവർക്ക് ഒരു റിവാർഡ് കിട്ടണമെങ്കിൽ അവരെപ്പോഴും കൂടുതൽ ആ ജങ്ക് ഫുഡിലോട്ടായിരിക്കും അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഈ റീൽസൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ അത് എപ്പോഴും ആ ഒരു മോശം രീതിയിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള രീതിയിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കൊച്ചിൻ്റെ സ്വഭാവത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും.